ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കേക്കിൻ്റെ ഡിസൈൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓരോ തിരക്കിൽ പെട്ടിട്ട് അപ്പോൾ കുറച്ച് വീഡിയോസിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളത് സ്പൈഡർമാൻ തീമിലാട്ടോ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് 1 kg ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രിൻ്റ് എടുത്തിക്കുക കേട്ടോ, സ്പൈഡർമാൻ തീമിൽ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ബാക്കിലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ കേക്കിലൊക്കെ നമ്മൾ ഡയറക്റ്റാണ് വെച്ച് കൊടുത്താൽ തന്നെ അത് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ കേക്ക് വന്നിട്ടുള്ളത് ബ്ലൂ കളറാട്ടോ. പിന്നെ ഓരോ സ്റ്റിക്കറും ഒട്ടിക്കേണ്ടത് നമ്മുടെ മൈൻഡിനനുസരിച്ച് നമുക്ക് ഓരോ തോന്നലുണ്ടാവില്ല, അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്യുക, അതുപോലെ ഇങ്ങനെ ഒട്ടിക്കേണ്ടതൊക്കെ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 1 kg തന്നെയാണ്, ടോൾ കേക്കൊന്നുമല്ല, നോർമലായിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാട്ടോ. ഇതൊരു ആനിവേഴ്സറി തീമിലാണ് ചെയ്തിട്ടുള്ളത്. ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഫോണ്ടൻറ്റിൽ കുറച്ച് ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെയിമും ഫോണ്ടൻറ്റിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു സ്റ്റിക്കും വെച്ചെടുത്തിട്ടുണ്ട്, ഹാപ്പി ആനിവേഴ്സറി എന്നുള്ളൊരു സ്റ്റിക്കും വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത കേക്ക് വന്നിട്ടുള്ളതും 1 kg ടോൾ കേക്ക് അല്ല കേട്ടോ, നോർമലായിട്ടുള്ള കേക്ക് തന്നെയാണ്. 1 kg ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കേക്ക്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു 1/2 kg കേക്കാണ് കേട്ടോ. 1/2 kg ടോൾ കേക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഹൽദിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമർ പറഞ്ഞിരുന്നത് ഡിസൈനൊന്നും അങ്ങനെ സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ഷുഗർ ബോൾസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. സൈഡിൽ സ്ക്രാപ്പർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ളത് 1/2 kg തന്നെയാണ്. സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. നെയിം കൊടുത്തു ചുറ്റിലും, അതായത് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തത്തിൽ ഗോൾഡ് ഷുഗർ ബോൾസാണ് കൊടുത്തിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത കേക്ക് വന്നിട്ടുള്ളതും 1/2 kg തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് 1/2 kg ഇങ്ങനെ ഒരു ഡിസൈനാട്ടോ. അതായത് നമ്മളാദ്യം ഫൈനൽ കോട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു പീച്ച് കളറാട്ടോ കൊടുത്തിട്ടുള്ള. സൈഡിൽ പീച്ച് കളർ കൊടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എങ്ങനെ ചെയ്തിരിക്കുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ വൈറ്റ് ഷുഗർ ബോൾസുകളും അതിൻ്റെ മുകളിൽ കൊടുത്തു. 2 ബട്ടർഫ്ലൈയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പ്രിൻ്റ് ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത കേക്ക് വന്നിട്ടുള്ളതും 1/2 kg തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. 2 കളറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് വൈറ്റും മുകളിൽ പിങ്കാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് റോസറ്റ നോസിൽ വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ സ്കാപ്പർ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റിലും ബട്ടർഫ്ലൈ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ബട്ടർഫ്ലൈ തന്നെയാണ് കേട്ടോ. കാണാൻ ഒരു ഭംഗി, അതായത് ഈ കേക്കിനൊരു ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത് ആ ബട്ടർഫ്ലൈ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ബട്ടർഫ്ലൈയും ഞാൻ പ്രിൻ്റ് എടുത്ത തന്നെയാണ് കേട്ടോ. ഈ കേക്ക് അതിൻ്റെ അതേ സെയിം തന്നെയാണ് കേട്ടോ. 1 kg ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഒരു പിക്ക് കണ്ടിട്ടാണ് കസ്റ്റമർ എന്നോട് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ ബട്ടർഫ്ലൈ ഒന്ന് ജസ്റ്റ് മാറ്റി വേറൊരു ബട്ടർഫ്ലൈ ആട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. പിങ്ക് ബട്ടർഫ്ലൈ ആണ് വെച്ചെടുത്തിട്ടുള്ളത്. സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ സൈഡിൽ ഞാൻ പിങ്ക് ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കും ഞാൻ പ്രിൻ്റ് എടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത കേക്ക് വന്നിട്ടുള്ളത് സ്പൈഡർമാൻ തീമിൽ തന്നെയാണ് കേട്ടോ.
1 kg ചെയ്തിട്ടുള്ളത്. ടോൾ കേക്ക് ആയിട്ടല്ല, നോർമലായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റിക്കേഴ്സും ഞാൻ പ്രിൻ്റ് എടുത്ത് തന്നെയാണ് കേട്ടോ. അടുത്ത കേക്ക് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. ചോക്ലേറ്റ് സൈഡിൽ കൂടി മുകളിൽ കൂടെ ഒക്കെ ഡ്രിപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മുകളിലത്തൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. സൈഡിൽ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഞാൻ സ്കാപ്പർ ഡിസൈനാട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡ്രിപ്പ് ചെയ്യുമ്പോഴൊക്കെ സൈഡ് സ്കാപ്പർ ഡിസൈനാണ് കാണാനൊരു നല്ല ലുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് കേക്ക് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ കേക്ക് തന്നെ കേട്ടോ. 1/2 kg ചെയ്തിട്ടുള്ളത്. 1/2 kg ടോൾ കേക്കായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. സൈഡിലൊക്കെ സ്പാച്ചുല ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലും മുകളിലൊക്കെ സ്പാച്ചുല ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റിബണും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുള്ള കുറച്ച് ഡിസൈൻ തന്നെ കേട്ടോ. ചെയ്യാൻ എളുപ്പത്തിലുള്ള ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.